സർ, ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറീസ് അഥവാ കീഹോൾ സ്പൈൻ സർജറീസ് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സേഫാണ്? എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ഇന്നത്തെ കാലത്ത് വളരെ സേഫ് ആയിട്ടുള്ള സർജറിയാണ്. നമ്മൾ എവല്യൂഷൻ ഓഫ് സ്പൈൻ സർജറി കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്പൈൻ സർജറി ഏകദേശം ഒരു 10 to 12 സെൻറ്റിമീറ്റർ സൈസ് ഓഫ് ഇൻസിഷനിൽ ചെയ്തിരുന്ന സർജറി പിന്നെ അതൊരു മിനിമൽ ഇൻവേസീവ് ട്യൂബുലർ സർജറിയായി മാറി, ഒരു 1 inch ഓഫ് സൈസ് ഇൻസിഷൻ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ. ഹാർഡ്ലി ഒരു 1 centimeter ഇൻസിഷനാണ് അതിനുണ്ടാവുക. ഈവൺ ദോ ഇൻസിഷൻ്റെ സൈസ് ചെറുതാണെങ്കിലും നമ്മൾ മാഗ്നിഫിക്കേഷൻ ഹാസ് ഗോൺ അപ് ടു 30x. അത് അത്രയും മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ ഈ ഓരോ സ്ട്രക്ചേഴ്സ് കാണാം, ഈ ഡ്യൂറൽ സ്ട്രക്ചേഴ്സും നെർവ് റൂട്ട്സ് ഒക്കെ. അതുകൊണ്ട് ഇഞ്ചറീസിൻ്റെ ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്പർ 1 പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻഡോസ്കോപ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻഡോസ്കോപ്സ്, ഇത് യൂണിപോർട്ടൽ സർജറീസ്, ബൈപോർട്ടൽ സർജറീസ് എന്നിങ്ങനെ 2 സ്പൈൻ സർജറീസ് ആണ് ഉള്ളത് എൻഡോസ്കോപ്പിയിൽ. ഇപ്പോൾ യൂണിപോർട്ടൽ സർജറീസിന് ഒരു ലെസ് ദാൻ 1 centimeter ഡയമീറ്ററുള്ള സ്കോപ്സാണ് നമ്മൾ ഉപയോഗിക്കുക. ബൈപോർട്ടലാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 4 mm സൈസ് സ്കോപ്സ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞായിട്ടുള്ള കീഹോളിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുക. ഈ കീഹോളിലൂടെയാണ് വലിയ വലിയ സർജറീസും ഡിസ്കക്ടമി, സ്റ്റീലിഫ്സ് എന്ന സർജറീസ് നമ്മൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ ഇൻവെൻഷൻ വന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റർ. ഓക്കെ, ഈ FDA സ്പൈൻ അപ്രൂവ്ഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പഴയ ടൈപ്പ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റേഴ്സ് ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന കോണിക്കൽ ടൈപ്പ് ഓഫ് ബേൺ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റ് ചെയ്യുന്നത് സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ നെർവ് റൂട്ട് ഇഞ്ചുറീസും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡിസസ്തേഷ്യാസ്, അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള വേദനയൊക്കെ ഭയങ്കര കുറവാണ് ഈ FDA അപ്രൂവ്ഡ് സ്പൈൻ RFs ഉപയോഗിക്കുന്നത്.